ഇവരാണ് ആ ഫീൽഡിലുള്ള യൂസ് ചെയ്യാത്ത ആൾക്കാരെ റീപ്ലേസ് ചെയ്യാൻ പോകും. ശരിക്കും പറഞ്ഞ ഒരു പണിയും ഓൺ പേജ് ആക്ടിവിറ്റി ഇല്ല. പറയട്ടെ, നമുക്ക് മുമ്പുള്ള അവസരത്തെ നമ്മൾ കാണുക. ത്രെട്ടിനെ നോക്കിയിരുന്നാൽ നമുക്ക് ത്രെട്ട് നോക്കിയിരിക്കുന്നുണ്ടാവും. തുടക്കത്തിലുള്ളവർക്ക് എന്തായാലും അതിന്റെ ഒരു എഡ്ജ് ഉണ്ടാകും. അപ്പൊ ശാമ്പായി നമ്മൾ കുറച്ച് കാലമായി കണ്ടിട്ട്. അപ്പം ലത്തീഫ് സാറും ഒക്കെ ആയിട്ട് നമ്മൾ ലാസ്റ്റ് ദിവസം ഇരുന്നപ്പം നമ്മൾ സംസാരിച്ചത് AI കുറിച്ച് തന്നെയായിരുന്നു. AI ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇനി അത് കൊണ്ടുവരും, വിശ്വസിക്കാനൊന്നുമില്ല, കൊണ്ടുവന്നു. ഓക്കെ. അപ്പോ ഈ ഒരു കാലഘട്ടത്തില് ഇപ്പോഴും അതിനെ ഒരു കൺഫ്യൂസ്ഡ് വിഷനോട് നോക്കുന്നവരോട് ശാമ്പായിക്ക് എന്താ പറയാനുള്ളൂ? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം, നമ്മൾ നിർത്തിയെടുത്തോണ്ട് തുടങ്ങാം. ഈ കൺഫ്യൂഷൻ ശരിക്കും പറഞ്ഞാൽ സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയുന്നത് നമുക്കറിയാവുന്ന ഫീൽഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡാണല്ലോ, ബിസിനസ് ഓറിയന്റഡ്. ഈ ആളുകൾ കിടക്കുന്ന എല്ലാവർക്കും അറിയാം ഉണ്ട്. ഇപ്പോൾ നമ്മളെ ആമസോണിലെ ആൾക്കാർ ജോലി പറഞ്ഞു വിടുന്നു, ഗൂഗിളിൽ നിന്ന് പറഞ്ഞു വിടുന്നു. ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യാം എന്ന് മാത്രമാണ് ആളുകൾക്ക് കൺഫ്യൂഷൻ. ആക്ച്വലി ഇവിടെ രണ്ട് വഴികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നില്ലെങ്കിൽ നമ്മൾ പഠിക്കാതെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പതുക്കെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നോക്കാം, പിന്നീട് എന്തൊക്കെ ആക്കാം. രണ്ടാമത്തതല്ലെങ്കിൽ ഇതൊരു ഷിഫ്റ്റ് സംഭവിക്കാൻ പോവുകയാണ്, എയിലേക്ക് നല്ലൊരു ഷിഫ്റ്റ് സംഭവിക്കാൻ പോകും. ഞാൻ അതിനു വേണ്ടി തയ്യാറായിട്ടിരിക്കുക. ഞാൻ അതിന് തയ്യാറാവുക എന്നതിൻ്റെ അർത്ഥം എന്തെല്ലാമാണോ ആ ഫീൽഡിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ, വാട്സപ്പിൻ്റെ ഇൻ്റഗ്രേഷൻസ്, കണ്ടന്റ് ക്രിയേഷൻസ്, അത് പല ആൾക്കാരും ചെയ്യുന്ന വെച്ചിട്ട് പോസ്റ്റേഴ്സ് വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളുടെ ഒരു ഹ്യൂജ് റിക്വയർമെൻ്റ് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ റിക്വയർമെൻറ്റ് ചെയ്യാനുള്ള മാൻ പവർ ദൈവം ഇപ്പം ഇല്ല, എവിടെയുമില്ല, വേൾഡിലില്ല, എവിടെയുമില്ല. കാരണം അത്ര ആൾക്കാരാണ് ഇത്ര ഇറങ്ങില്ല, ഹ്യൂജാണ്. ഈവൻ നമ്മൾ ഈ കാണുന്ന വലിയ വലിയ കമ്പനികൾ മാത്രമല്ല, ചെറിയ കമ്പനികളിലാണെങ്കിൽ ഈവൻ കാണുന്ന ബേക്കറികൾ, നമ്മൾ കാണുന്ന സലൂൺസ്, ഇവിടെയൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ വരും. എല്ലാ വർക്ക് ഫ്ലോകളും ഇംപ്ലിമെൻ്റ് ചെയ്യും, ഓട്ടോമേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇവിടേക്ക് ഒരു ഹ്യൂജ് റിക്വയർമെൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും AI ഉള്ള ആ ഫീൽഡിൽ ചെറിയ കാര്യം അവിടെ ചോദിച്ചോട്ടെ. ഇവിടെ ഒരു ബേക്കറിയിലൊക്കെ നമുക്ക് എന്ത് വർക്ക് ഫ്ലോയാ ഇപ്പം ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കാണുന്ന മറ്റേ നമ്മൾ കടയിൽ പോകുന്നു, സാധനം മേടിച്ചിട്ട് വരും. ഇങ്ങനെ ഒരു വർക്ക് ഫ്ലോ ഉണ്ടെന്നോ ആ കടയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് ആ ബേക്കറിക്കാരനെ അറിയില്ലല്ലോ. അത്തരം സർവീസുകളും ഇല്ല. എന്നാൽ ഞാൻ പറയട്ടെ, ആ ബേക്കറിയിൽ വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ ഗൂഗിൾ പേ എത്ര പേര് ചെയ്യുന്നുണ്ട്, ഫോൺ നമ്പേഴ്സ് അവരുടെ കയ്യിലില്ലേ, കസ്റ്റമേഴ്സിൻ്റെ. ഈ കസ്റ്റമേഴ്സിനൊക്കെ അവർക്ക് വേണമെങ്കിൽ ഒരു ഓട്ടോമേറ്റഡ് മെയിലുകൾ സീസണലായിട്ട്, ദീപാവലിയുടെ സമയത്ത് ഓരോ സമയത്തും അതിൻ്റെതായ സ്വീറ്റ്സുകളില്ലേ. അപ്പോൾ ഓരോ കടയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്വീറ്റ്സിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് അയക്കാറോ, എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ അയക്കാറോ അവർക്ക് അവരുടെ കസ്റ്റമേഴ്സിന് റിട്ടേൺ ചെയ്തുകൂടെ? ഓക്കെ. ഇത് ആളുടെ ഒരു മാൻ പവറും ഇല്ലാതെ. ഇപ്പൊ നോർമലി ചില കമ്പനികളൊക്കെ വാട്സപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. AI വർക്ക് ഫ്ലോയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ബിസിനസിന്റെ ഒരു പ്രോസസ്സ്, ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനാണ് വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നത് വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ. ഇതിനകത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ AI കൂടി വന്നിട്ടുണ്ടെങ്കിൽ AI വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ. ഓക്കെ, കണ്ടന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അവർ പറയുന്ന ചാറ്റ്. ചില സമയത്ത് എല്ലാ വർക്ക് ഫ്ലോയിലും AI വേണമെന്നില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, ബേക്കറിയുടെ കേസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സിമ്പിൾ വാട്സപ്പ് ഓട്ടോമേഷൻ മാത്രം പോയി ആ സീസണലായിട്ട് അയാൾ തീരുമാനിക്കുന്ന പോലെ ഇടക്കിടക്ക് ഒരു മെസ്സേജസ് അയക്കാനായിട്ട്. ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ AI വെച്ചിട്ടൊരു ഓട്ടോമേഷൻ കൂടി നടത്താം. കറന്റ് ട്രെൻഡിങ് എന്താണെന്ന്, മാർക്കറ്റ് എന്താണെന്നൊക്കെ നോക്കി ഏത് പ്രൊഡക്റ്റ് ആർക്ക് എങ്ങനത്തെ മെസ്സേജ് അയക്കണമെന്ന് AI തീരുമാനിച്ച് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് എക്സിസ്റ്റിംഗ്. പലർക്കും ഒരു ഡൗട്ട് തന്നെയാണ് ഈ ഓട്ടോമേഷൻ നമ്മൾ പറയുമ്പം. പലരും ഓട്ടോമേഷൻ ഓട്ടോമാറ്റിക് ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പോഴും മെസ്സേജ് പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ബേസിക്കലി അങ്ങോട്ടൊന്ന് സംസാരിച്ചത്. അപ്പം ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഈ അപ്ഗ്രേഡ് ചെയ്യാൻ മടിയുള്ളവർ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഉറപ്പായിട്ടും അവർ റീപ്ലേസ് ചെയ്യപ്പെടും. കാരണം ഇനി മത്സരിക്കാൻ പോകുന്നത്, ഇപ്പൊ നീരജ് SEO പ്രൊഫഷനാണ്, ഞാനും SEO പ്രൊഫഷണൽ. അപ്പോൾ ഇനി ഇത്ര നാളെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്നു, നീരജ് വർക്ക് ചെയ്യുന്നു, നമ്മുടെ രണ്ടുപേരും വർക്കിലുള്ള ഡിഫറൻസ് ആണ് മത്സരിക്കുന്നത്, അല്ലേ? ഇനി അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഒരു ഏജന്റിനെ ഉണ്ടാക്കുന്നു, അതായത് എൻ്റെ ഒരു വർക്ക് ഫ്ലോയോ ഓട്ടോമേഷനോ സംതിങ് റിലേറ്റഡ് ഒരു സംഭവം ഉണ്ടാക്കുന്നു, അതാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കുറവും മാൻ പവറും ആക്കുക, അതാണ് വർക്ക് ചെയ്യുന്നത്. നീരജിനും മറ്റൊരു സിസ്റ്റം ഉണ്ട് ഇതേപോലെ തന്നെ. ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും വർക്കിലുണ്ടാവുന്ന ഔട്ട്പുട്ടിലെ ഡിഫറൻസുകൾ തമ്മിലാണ്. അതായത് നമ്മൾ ഡയറക്റ്റ് അല്ല മത്സരിക്കുന്നത്, നമ്മുടെ AI സിസ്റ്റങ്ങൾ തമ്മിലാണ് മത്സരിക്കുന്നത്. ഓക്കെ, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നമ്മളിപ്പോ നമ്മളുടെ എത്ര മാൻ പവർ കുറഞ്ഞു, അല്ലെ? നമ്മുടെ ഇഷ്ടംപോലെ സമയം നമ്മുടെ ബാക്കി. നമ്മൾ ഒരു വർക്ക് ചെയ്ത സ്ഥലത്ത് നമുക്കിപ്പോൾ 20 വർക്ക് ഏറ്റെടുത്താം.
ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ? ഇപ്പൊ ഞാൻ ഒരു ടെക് ഫേമിന് വേണ്ടി കുറേ കാലം മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. അവിടെ ഞാൻ ജാർവിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ക്രിയേറ്റിംഗ് AI ആ കാലത്തെ രാജാവ് യൂസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അന്നും ഞങ്ങൾക്ക് അഡ്വാൻറ്റേജ് എന്തായിരുന്നു പറഞ്ഞാൽ ബാക്കിയുള്ള കമ്പനികൾ ഉണ്ടാക്കുന്ന, അതായത് കോമ്പറ്റീറ്റർ കമ്പനികൾ ഉണ്ടാക്കുന്ന കോണ്ടന്റിൽ വെച്ച് നോക്കി നമുക്ക് ഒരു 3-4 കണ്ടന്റ് എല്ലാ വീക്കിലും നമുക്ക് അധികം കിട്ടുമായിരുന്നു. ഓക്കെ, ആ ഒരു ഫ്രീക്വൻസിയാണ് ബേസിക്കലി ഞാൻ വിശ്വസിക്കുന്നത് എന്നെ അവിടെ SEOയിൽ എൻ്റെ വർക്കിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള. അപ്പൊ ഈ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഓട്ടോമേഷനും എൻ്റെ വർക്ക് ഫ്ലോ, എൻ്റെ സ്ട്രാറ്റജികൾ മൊത്തം എനിക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ ടീമിലുള്ളവർ എല്ലാവരും എടുക്കുന്ന എഫേർട്ടിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് എനിക്ക് ചിലപ്പോൾ ഇത് വെച്ച് ചെയ്യും. ഇപ്പോൾ ഞാൻ അന്ന് 60 ബ്ലോഗുകളാണ് ഒരു മന്തിൽ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒരു 150 അല്ലെങ്കിൽ 180 കണ്ടന്റുകൾ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം പറ്റും. ഓക്കെ. അപ്പം ഈ ഇങ്ങനെ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ മാത്രം പോരെ, ബാക്കിയുള്ളവരെന്തിനാ? ഇത് എല്ലാവർക്കും ഉള്ള ഒരു സംശയം. അതായത് ഒരു AI സിസ്റ്റം വെബ്സൈറ്റുകളെ ബ്ലോഗുകളൊക്കെ ഓട്ടോമാറ്റിക്കലി പബ്ലിഷ് ചെയ്യുന്ന ഒരു AI സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടി SEOക്കാർ എന്തിനാണ് തന്നത്? പക്ഷെ ഇത്ര ആലോചിച്ചാൽ മതി, അങ്ങനെ ഒരു AI സിസ്റ്റം ഉണ്ടെങ്കിൽ എല്ലാ വെബ്സൈറ്റും ഒരേപോലെ ഇരിക്കും. അപ്പോൾ എക്കെയും ഇത് തമ്മിലൊരു മത്സരമുണ്ട്. അപ്പോൾ ഇനിയത്തെ കാലത്ത് AI സിസ്റ്റം മാത്രമല്ല വേണ്ടത്, ഓരോ ഫീൽഡിലും. അതിപ്പോൾ നമ്മൾ പറയുമ്പോൾ SEO ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരു ഫീൽഡിലും ആ ഫീൽഡിലെ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടായി തീരുകയും അതോടൊപ്പം തന്നെ ആ ഫീൽഡിൽ വേണ്ടിയിട്ടുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമേഷൻസോ എന്തൊക്കെയോ അതെല്ലാം അതിലുകൂടി എക്സ്പെർട്ടായിട്ടിരിക്കുക. അവന് 2 ഫേസ് വേണം. ഒരേ സമയം സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടായിരിക്കണം, ഒരേ സമയം അത്. ഇവരാണ് ആ ഫീൽഡിലുള്ള AI യൂസ് ചെയ്യാത്ത ആൾക്കാരെ റീപ്ലേസ് ചെയ്യാൻ പോകും. അല്ലാതെ SEO ആയ ഞാൻ AI ഒരു കാര്യം എനിക്ക് അറിയില്ലെന്ന് വിചാരിക്കാം, SEOയുടെ ഒന്നും അറിയാത്ത ഒരാൾ വന്നിട്ട് AI എന്തെങ്കിലുമൊക്കെ ടൂൾ ഉപയോഗിച്ച് എന്നെ റീപ്ലേസ് ചെയ്യില്ല. പക്ഷെ SEO കൂടി അറിയാവുന്ന വേറൊരാൾ, അവന് ഓട്ടോമേഷനും AIയും വെച്ച് കഴിഞ്ഞാൽ അവൻ ഇന്ന് റീപ്ലേസ് ചെയ്യും. എന്റെ ശരിക്കും പറഞ്ഞാൽ ആ വർക്കും കൂടി അവനെടുക്കാം. അവന് മൾട്ടിപ്പിൾ പ്രൊജക്ടുകൾ ഹാൻഡിൽ ചെയ്ത് കൊടുത്തില്ലേ, ഒരു വർക്ക് ഡീൽ ചെയ്തെടുത്ത് നമുക്കിത് 10-30 വർക്ക് ചെയ്യാം. അപ്പൊ നല്ല ക്വാളിറ്റിയോടുകൂടി AI സിസ്റ്റത്തിൽ SEO അറിയാവുന്ന ഒരാൾ അവൻ്റെതായിട്ടുള്ള സകല പാരാമീറ്റേഴ്സും വെച്ച് അവൻ്റെതായിട്ടുള്ള മാൻ പവർ കുറച്ചൊക്കെ എന്തെങ്കിലും അവൻ്റെ ഉണ്ടാവും, ഹ്യൂമൻ പരിപാടികളൊക്കെ ഉണ്ടാവും, പക്ഷെ മാനുവലായിട്ടുള്ളതായ ഇതെല്ലാം ചേർത്തിട്ടൊരു നല്ല റിസൾട്ട് അവൻ ഉണ്ടാക്കിയാൽ അവൻ എത്ര രൂപ കുറച്ച് കൊടുക്കാൻ പറ്റും? സത്യം എന്നുവെച്ചാൽ കോസ്റ്റ് ആണ് ഇവിടെ ഇതായിട്ട് വരുന്നത്. അതായത് ഒരാൾ മാനുവലായിട്ട് ഒരു മാസം മുഴുവൻ ഒരു വെബ്സൈറ്റ് SEO ചെയ്ത് അയാൾക്ക് 20,000 കൊടുക്കണമെന്ന് വിചാരിക്കുക. ഈ സമയം കൊണ്ട് ഈ AI സിസ്റ്റം വെച്ചിട്ട് ഒരുത്തനും ഒരു 100 വെബ്സൈറ്റ് ഈസി ആയിട്ട് റൺ ചെയ്യാം. ഒരു 2,000 രൂപ മേടിച്ചാൽ പോലും എത്രയായി? മനസ്സിലായി. 2,00,000-3,00,000 അപ്പൊ AI യൂസ് ചെയ്യുന്നതിന് ക്യാഷ് എത്ര മാത്രം ഉണ്ടാക്കുന്നു? മനസ്സിലായി. മാനുവൽ ആയിട്ടുള്ള ആളുകൾക്ക് കോസ്റ്റും കൂടുതലാ, പ്രൊഡക്ടിവിറ്റി കുറവാണ്. ക്വാളിറ്റിയുടെ കേസ് പറയുന്നില്ല, ചിലയിടത്തൊക്കെ ഹ്യൂമൻ അതിൻ്റെതായിട്ടുള്ള ഒരു എഡ്ജൊക്കെ ഉണ്ട്. നമ്മളിതൊക്കെ ഓട്ടോമേറ്റ് ചെയ്യുന്നു വിചാരിച്ചിട്ട് നമ്മള് ഒന്നും ചെയ്യരുതെന്നില്ലല്ലോ. നമുക്ക് മാനുവലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടേതായ ആ അഡിക്ഷൻ മാത്രം വേണമെങ്കിൽ ചെയ്താൽ മതി. നമ്മുടെ ഇപ്പൊ ഇന്റേണൽ ലിങ്കിങ് ചെയ്യണം. അപ്പൊ ഇന്റേണൽ ലിങ്കിങ് AI ചെയ്താൽ അത്ര ശരിയാവില്ലെന്ന് തോന്നുന്നില്ല, നമുക്ക് മാനുവലായിട്ട് ചെയ്യാം, ബാക്കിയെല്ലാം ഓട്ടോമേറ്റ് ചെയ്തോടെ. യെസ്, ഇതാണ് വ്യത്യാസം. അപ്പം ഇങ്ങനെ മാറാൻ അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തിന് റെഡിയാവാത്തവരോട് ശമ്പായിപ്പിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു. അപ്പം മാറുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതിനെ കുറിച്ച് എന്താണ് മാറ്റം? നമ്മുടെ ആ ഒരു മാറ്റം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എന്താണ്? മാറ്റം ആക്ച്വലി ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു പെയിൻ പോയിന്റ്സില് മാർക്കറ്റിലുള്ള ആളുകൾക്ക് അതിനൊരു സൊല്യൂഷനായിട്ട് കൊണ്ടുവന്ന ഒരു ഇനീഷ്യേറ്റീവ് ബ്രെയിൻ സൈബർ സൊല്യൂഷൻ, അതിന്റെ സ്ഥാപനമായ ബ്രെയിൻ സൈബർ സൊല്യൂഷൻ ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്തെന്നുള്ളൂ. പക്ഷെ ഇഷ്ടംപോലെ വേറെ കമ്പനികളും ഇഷ്ടംപോലെ എക്സ്പെർട്ടുകളും നീരതടക്കം എല്ലാവരും കൂടിയും ഉള്ള ഒരു ഇനീഷ്യേറ്റീവാണ് കൊളാബറേറ്റീവ് മൂവ്മെന്റ്. ഇത് ഉദ്ദേശിക്കുന്ന ആക്ച്വലി ഈ വർക്കിംഗ് പ്രൊഫഷണൽസ്, അതായത് നമ്മൾ ഈ എക്സിസ്റ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്, അവരാണ് ശരിക്കും ട്രാപ്പ് ആയിരിക്കുന്നത്. മറ്റേ ഫീൽഡ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ബിസിനസ് ഓണേഴ്സും ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, എന്താ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് പഠിക്കണോ അതോ വെയിറ്റ് ചെയ്യണോ, ഇത് പഠിക്കണോ എന്നുള്ളത്. ഉറപ്പായിട്ടും വേഗം പഠിക്കണം, പക്ഷെ പഠിക്കണം എന്ന് വിചാരിച്ചാൽ എവിടെ നിന്ന് പഠിക്കും? ഇതിനകത്ത് എക്സ്പെർട്ടുകൾ നിലവിൽ അറിയുന്ന ആളുകൾ കുറവാണ്, ക്വാളിറ്റിയുള്ള ട്രെയിനിങ് ഇല്ല. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ ആണ് നമ്മളിത് ഫോം ചെയ്തത്. അപ്പൊ ഇതിനകത്ത് പഠിപ്പിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ അഭിജിത്ത്, വിഷ്ണു അറിയായിരിക്കും, ഒരു ബ്രാൻഡ് ആർക്കിടെക്ട് കമ്പനിയിൽ അവർ ഓൾറെഡി ഓട്ടോമേഷൻ സർവീസ് ചെയ്യുന്നതാണ്. അതുപോലെ ബേസിൽ കോവൻ തുടങ്ങിയ ആൾക്കാർക്ക് അവർ UAE ഇത്തരം സർവീസുകൾ ചെയ്യുന്നവരാണ്. അപ്പൊ ഇത്തരം ആളുകളൊക്കെ ആയിട്ടൊക്കെ സംസാരിച്ച് അവരൊക്കെ മുമ്പോട്ട് വന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ് ഇതിന്റെ സെന്റർ മെയിൻ കാര്യങ്ങളാണ്. മാറ്റത്തിന്റെ കോഴ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് തന്നെ.
അപ്പൊ ഈ ഒരു കോഴ്സ് ഇവരെ അടുത്തൊരു ആ ഷിഫ്റ്റ് എയിലേക്ക് വന്ന അതിന് വേണ്ടിയിട്ട് സജ്ജരാക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഫീൽഡ് ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓൺ ഗോയിങ് ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അപ്ഡേഷൻസ് വർക്കുകളുടെ കേസിൽ ഇനി വർക്കുകൾ കിട്ടണ്ടേ, അതിനൊക്കെ അപ്പൊ അവിടെ ഒരു എക്കോ സിസ്റ്റം കൂടി ബിൽഡ് ചെയ്യണം. നല്ലൊരു സിസ്റ്റം കൂടി ബിൽഡ് ചെയ്യണം. അപ്പൊ ഈ ഇത്ര കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് അവരെ സജ്ജരാക്കുക എന്നത് മാത്രമല്ല, മുമ്പോട്ടുള്ള അവരുടെ യാത്രയിൽ കൂടെ നിൽക്കാനും, കാരണം ഒരു വലിയ പൊട്ടൻഷ്യൽ, വലിയൊരു ചാൻസ് ആണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നത്. അടുത്തെവിടെ നമ്മളത് ടാക്കിൾ ചെയ്താൽ ആദ്യം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു എഡ്ജ് ഇല്ലേ, അത് നമുക്ക് കിട്ടും. അപ്പൊ അതിനൊരു ഹെവി മാൻ പവർ ആയിട്ട് ഒരു കൂട്ടമായിട്ട് നിന്നാൽ നമുക്ക് എന്തൊക്കെ നേടാൻ സാധിക്കും. ആ ഒരു നേട്ടത്തിന് വേണ്ടി ഫോൺ ചെയ്ത ആ ഒരു മാറ്റത്തിലേക്കുള്ള ഒരു പടിയായിട്ട് ഇട്ടൊരു പേര്. ആ മാറ്റമാണല്ലോ ശരിക്കും, അതുകൊണ്ട് ഇട്ട പേരാണ് മാറ്റം എന്നുള്ളത്. ആക്ച്വലി ആ പേര് നേരിട്ടറിയാം വെറും 5 മിനിറ്റ് കൊണ്ട് മനസ്സിൽ വന്നാണ്. ഒന്നും ആലോചിച്ചില്ല ഇതിനു വേണ്ടി എന്ത് പേരിടന്ന് വെച്ചോ. ആദ്യം മാറ്റത്തിന് വേണ്ടിയുള്ള കോഴ്സ്, മാറ്റത്തിന്റെ കോഴ്സ്. മാറ്റം വളരെ അനിവാര്യമായ ഒരു സമയമാണ് ഇപ്പം ബേസിക്കലി. അപ്പം നമ്മൾ ഈ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മാറ്റത്തിന്റെ ഒരുപാട് അലയൊലികൾ കേൾക്കട്ടെ. നമ്മൾ ഇനിയും ഒരുപാട് അതിന്റെ അലയൊലികൾ കേട്ട് മുന്നോട്ട് പോകണം. ബേസിക്കലി നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്ററെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയാണിത്. ഉറപ്പായിട്ടും ബേസിക്കലി ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ഒരു എക്സാമ്പിളായിട്ട് ഞാൻ എപ്പോഴും ഈ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ തലയിൽ എപ്പോഴും വരുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു കമ്പനിയിൽ ഇന്റേണായിട്ട് ചേർന്നപ്പോൾ ഞാൻ SEO മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ SEO മാത്രമായിരുന്നു. ഓക്കെ. അത് മാറാൻ എനിക്ക് കുറെ വർഷങ്ങൾ എടുക്കണം. ഞാൻ ഒരു ടീം ലീഡായിട്ടും ഞാൻ SEO മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് അതിന്റെ ഡിഫറെന്റ് വെർട്ടിക്കൽസോട്ടിൽ ഇറങ്ങുക, കാര്യങ്ങൾ ചെയ്യുക, ഒരു ലെവൽ ലേണിംഗ് എൻഷുർ ചെയ്യുക. അതായത് നമ്മൾ എല്ലാത്തിലും നമുക്കൊരു ബേസിക് നോളജും ഒരു എക്സ്പേർട്ട് ലെവൽ ആയിട്ട് ഒരു ടോപ്പിക്കിൽ എക്സ്പേർട്ടായി മാറാനുള്ള രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് മൊഡ്യൂള് ആ കാലഘട്ടത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഉണ്ട്. ഒരുപാട് കമ്പനികൾ ഇപ്പം ബ്രെയിനിന് ശേഷം ഒരുപാട് കമ്പനികൾ അങ്ങനെ നല്ല വെർട്ടിക്കൽസ് ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ലെവൽ ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം മാറ്റത്തിൽ അത്തരമൊരു ലെവൽ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ഇപ്പം ബിസിനസ് ഓണേഴ്സിനുണ്ടോ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനുണ്ടോ? ഉണ്ട്. അങ്ങനെയാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. കാരണം അതിനാണ് കുറെ സമയം എടുത്തു. ഞാനിപ്പോ ഈ കോഴ്സിലേക്ക് എത്തുമ്പോൾ പെട്ടെന്നൊരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ ഇതാക്കിയ കോഴ്സല്ല. കുറേ മാസങ്ങളുടെ ഒരു എഫർട്ട് ഉണ്ട് ഇതിന്. കാരണം നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഇതിനകത്ത് മെയിൻ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും. നമ്മളിപ്പോൾ NIT ഓട്ടോമേഷനോ വീഡിയോ ക്രിയേഷനോ വാട്സപ്പ് ഓട്ടോമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ കിട്ടും മാർക്കറ്റിൽ. പക്ഷെ ഈ പഠിപ്പിക്കാനുള്ള ഇവരുടെ യോഗ്യത എനിക്ക് വലിയ ഞാൻ മെയിനായിട്ട് നോക്കുന്ന ഒരു കേസ്. അപ്പോൾ ഇത് പഠിപ്പിക്കാൻ യോഗ്യത, കാരണം അത് ചെയ്തിട്ടുള്ള ഒരാൾക്ക് അതിന്റെ പെയിൻ പോയിന്റ്സ് അറിയാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് ഒരാൾക്ക് അറിയാൻ പറ്റുള്ളൂ. ആ ഒരു അന്വേഷണമാണ് എന്ന് ഞാൻ നേരത്തെ ഈ പറഞ്ഞ ബ്രാൻഡ് ആർക്കിടെക്ട് കമ്പനി, നമ്മുടെ വിഷ്ണു അഭിജിത്തിന്റെ കമ്പനി, അതേപോലെ ബേസിൽ ബോഗന്റെ കമ്പനി, അവിടെയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചത് അങ്ങനെയാണ്. ഇവരൊക്കെയായിട്ടൊക്കെ കുറെ അധികം ഡിസ്കഷന് ശേഷമാണ് മാറ്റത്തിന്റെ ഇതുണ്ടാക്കി. അപ്പോൾ കോഴ്സ് നമ്മൾ മേക്ക് ഷുവർ ചെയ്തത് തന്നെ ഇതൊരു നോർമൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സും അങ്ങനെയൊന്നുമല്ല. SEO പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നെറ്റ് ആഡ്സ് പഠിപ്പിക്കുന്നു, അങ്ങനത്തെ അതൊന്നുമല്ല. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് അടുത്ത ലെവലിലേക്ക് പോകാനും, അത് ബിസിനസ് ഓണേഴ്സിന് കൂടി വേണ്ടിയിട്ട് പോകാനും വേണ്ടിയിട്ടുള്ള ഈ നേരത്തെ ഞാൻ പറഞ്ഞത് കണ്ടന്റ് ക്രിയേഷൻസും, അതേപോലെ തന്നെ വർക്ക് ഫ്ലോ ഓട്ടോമേഷനും, അതുപോലെ തന്നെ വാട്സപ്പ് ഓട്ടോമേഷനുമാണ് ഇതിന്റെ മെയിൻ മൊഡ്യൂൾസ് ആയിട്ട് വരുന്നത്. കൂടാതെ വേറെ CRM ഇന്റഗ്രേഷൻസ് അതല്ല, എല്ലാം AI ബേസ്ഡ് ആയിട്ട് വരും. അതൊക്കെ ആയിരിക്കും ഉണ്ടാവും. ഇത് ഒരേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇത് യൂസ് ആവുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സ്, SEO പ്രൊഫഷണൽസ് ആണെങ്കിലും പെർഫോമൻസ് മാർക്കറ്റേഴ്സ് ആണെങ്കിലും അവർക്കും ബിസിനസ് ഓണേഴ്സിനും ഇതൊക്കെ യൂസ് ചെയ്യുന്ന ബിസിനസ് ഓണേഴ്സിനുമാണ് ഇത് മെയിനായിട്ട് യൂസ് ആകും. ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കയറി ഇത് എഴുതി കഴിഞ്ഞാൽ എനിക്കൊരു 2-3 വെബ്സൈറ്റ് പെട്ടെന്ന് SEO ചെയ്ത് റാങ്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും അല്ലേ? പറ്റും എളുപ്പത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ ആൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാനിത് നിരന്തര പേഴ്സണലായിട്ട് അറിയാം. ഞാനത് ഓൾറെഡി ഒരു 3-4 വെബ്സൈറ്റ് ഒരു കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഈ ഓട്ടോ പൈലറ്റ് മോഡിൽ പോകുന്നുണ്ട് അതിനകത്ത്. കാരണം എനിക്ക് വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അവർക്ക് അങ്ങനെ മന്ത്ലി ഒന്നും ഇതിൽ SEOക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാനാണെങ്കിൽ അത്യാവശ്യം ഈ NIT ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഓട്ടോമേഷൻ്റെ ഇതിനൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഇതുകൂടി പഠിച്ചു നോക്കാനും അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് ഇത് നോക്കുന്നു. നല്ല റിസൾട്ട് ഉണ്ട് ഇത്. പക്ഷെ ഞാൻ പറഞ്ഞു ആ സാധനം അങ്ങനെ അതെന്ത് ബിൽഡ് ചെയ്യാൻ സാധിച്ചത്, ആ റിസൾട്ട് വരാൻ പറ്റിയത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ അതോടെ ഇംപ്ലിമെന്റ് ചെയ്തത്. യെസ്. അത് വെറുതെ അത് SEO പരമായിട്ട് അത് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിരിക്കുന്നത്. മാനുവൽ ഇൻപുട്ട് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ സൈറ്റിലൊക്കെ ഒന്ന് കയറി അതിന്റെ ഇന്ത്യയുടെ വേറെ എന്തെങ്കിലും ബാക്ക് ലിങ്ക് പോലത്തെ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ശ്രദ്ധിച്ചാൽ
പിന്നീട് കുറച്ചും ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഷാമി ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്ന് അറിയണമെന്ന് തോന്നി. അപ്പോൾ എന്തൊക്കെ ഓട്ടോമേഷനാണ് ഒരു ഏതൊക്കെ ഒരു വെബ്സൈറ്റ് ക്ലയന്റിന്റെ പേരും പറയണ്ട, നമ്മളിതും പറയണ്ട. എന്നാലും എന്തൊക്കെ ഓട്ടോമേഷൻസ് അല്ലെങ്കിൽ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഓട്ടോമേഷൻ ചെയ്തു വെച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏത്? ഞാൻ ഏറ്റവും ആദ്യം ചെയ്തത് ഈ പറഞ്ഞ വെബ്സൈറ്റിലാണെങ്കിൽ ടോപ്പിക് പറയുന്നില്ല. ആ വെബ്സൈറ്റ് നമ്മുടെ ആദ്യത്തെ ജോലി എന്താ ശരി, ആ വെബ്സൈറ്റിൽ എന്ത് എഴുതണം എന്നുള്ള പ്ലാനാണ്, ഐഡിയ, ടോപ്പിക് ഐഡിയ. ഇത് ഞാനല്ല ടോപ്പിക് ഐഡി ഉണ്ടാക്കുന്നത് AI ആണ്. നമ്മള് ബേസിക്കലി ഒരു റിസർച്ച് നടത്തുന്നത് AI അതിനകത്ത് എക്സിസ്റ്റിംഗ് ടോപ്പിക് എന്താണ് ഇത് റിലേറ്റഡ് കാര്യം എന്നുള്ളത് ഫീഡ് കൊടുത്തിട്ടുണ്ടോ? ഓക്കെ. ഇത് എന്ത് ചെയ്യുന്നു, ഇതൊരു ഗൂഗിൾ ഷീറ്റ് ആണ് ഇതിന്റെ ഒരു ഞാനൊരു ചെറിയ കാര്യം പറയാം. അതായത് ബിസിനസ് ഓണർ നമ്മളോട് പറയുന്ന ഓഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് അവർക്ക് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഗൂഗിൾ ഷീറ്റ് ആണ് ഇതിന്റെ ബാക്ക് എൻഡിൽ ഇതായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഐഡിയാസ് ഉണ്ടാക്കും. ഐഡിയ ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം നോക്കും, ഈ ആ ടോപ്പിക് വെച്ചിട്ട് റീസൻസി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഏറ്റവും മികച്ച ഒരു 50-100 ടോപ്പിക്കുകൾ ഗൂഗിൾ ഷീറ്റിൽ ഉണ്ടാക്കണം. ഓക്കെ. എന്നിട്ട് നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഞാനത് ചെയ്തിട്ട് ഡെയിലി 2 എണ്ണം, ചിലത് ആഴ്ചയിൽ 3 എണ്ണം, അങ്ങനെയൊക്കെ. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ഷീറ്റിൽ വന്നിട്ട് ഒരു ടോപ്പിക് നെക്സ്റ്റ് ഫേസ് ഈ ടോപ്പിക്കിനെ അത് സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സബ് ടോപ്പിക്സ് ആയിട്ട് യൂസ് ചെയ്ത ശേഷം അതിന്റെ കോണ്ടെക്സ്റ്റൽ ഫ്ലോ, കവറേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് 1 by 1 ആയിട്ട് ഈ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് പിന്നീട് വീണ്ടും കൊടുക്കും. ഒരു വലിയൊരു കണ്ടന്റ് അവിടെ ഫോം ചെയ്യുക. നമ്മുടെ ഒരൊറ്റ പ്രോംപ്റ്റിൽ നമുക്ക് എഴുതിയാൽ നമുക്ക് അങ്ങനത്തെ ഒരു ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഒരു എന്താ പറയാ, നമ്മൾ ഇമേജിൻ ചെയ്യുന്നതിനേക്കാളും വളരെ ഹ്യൂജ് ആണ്. അതിനകത്ത് SEO പരമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ടോപ്പിക്കൽ കവറേജ്, ടോപ്പിക്കൽ ഫ്ലോ, എൻറ്റിറ്റി റിലേഷൻസ് എല്ലാം വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുക. ഇതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ലോ, നമുക്കിനി ഇമേജ് വേണ്ടേ. അടുത്തു ഈ വർക്ക് ഫ്ലോയിൽ അടുത്ത ഇതിനൊരു ഇമേജ് ഉണ്ടാക്കും. ഇമേജ് ഉണ്ടാക്കി ഈ പോസ്റ്റ് പബ്ലിഷ് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞ ഈ പോസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ എല്ലാം നടക്കും. യോസ്റ്റ് അതെല്ലാം ഇവൻ തന്നെ ചെയ്യും. കൂട്ടത്തിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ഇതിന് റെലവെന്റ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. അപ്പൊ അത് AI തീരുമാനിക്കുന്നത്. ടോപ്പിക് അവനറിയാം, അതിനോട് റെലവെന്റ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാകും. ഈ ഇമേജ് നേരെ വേഡ്പ്രസ്സിൽ കൊണ്ടുപോകും, അപ്ലോഡ് ചെയ്യും. കഴിഞ്ഞില്ല, ഇമേജിനെ ഫീച്ചേർഡ് ഇമേജ് ആയിട്ട് മാറ്റണം. അപ്പൊ അടുത്തിനുള്ളിൽ അഗെയിൻ ഫീച്ചേർഡ് ഇമേജ് ആയിട്ട് മാറ്റി പിന്നെയും അടുത്ത ചലഞ്ച് എടുക്കും. ഇതിനകത്ത് ഇന്റേണൽ ലിങ്കിങ് നടക്കണം. അപ്പൊ നമ്മൾ ഗൂഗിൾ ഷീറ്റിൽ മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസിന്റെ ഒക്കെ ലിസ്റ്റ് അവിടെ ഉണ്ട്. അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുന്ന അഡീഷണൽ വേറൊരു കൂടെ അത് നോക്കിയിട്ട് ഒരു 5 ബെസ്റ്റ് ഇന്റേണൽ ലിങ്ക് കണ്ടിട്ട് ഈ പേജിൽ നിന്ന് ലിങ്ക് ചെയ്യും. ശരിക്കും പറഞ്ഞ ഒരു പണിയും ഓൺ പേജ് ആക്ടിവിറ്റി ഇല്ല. ഈ ഇതിന്റെ ഒരു കേസ് ഞാൻ പറയുകയാണെങ്കിൽ, ഞാനത് പറഞ്ഞല്ലോ, ഒരു സൈറ്റ് ഞാൻ ചെയ്തിട്ട് എക്സാക്ട് ഓർക്കുന്നില്ല, എന്തായാലും 1 വർഷത്തിന് കൂടുതൽ എപ്പോഴോ ചെയ്തിട്ടു. എന്നിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുള്ളി എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് ഞാനത് നോക്കുന്നത്. അത് കാരണം അതിപ്പോ വർക്ക് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഞാനൊന്ന് എഴുതിയിട്ട കോഡിൽ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു, 500 എപ്പോഴും അതൊക്കെ എത്തിയപ്പോൾ നിന്നു. അത് കുറെ കൂടെ ഫീഡ് ചെയ്യണം വരുമ്പോ. അപ്പൊ ഞാൻ എടുത്ത് നോക്കിയപ്പോ സെർച്ച് സെൻസോടൊക്കെ എടുത്ത് നോക്കിയപ്പോഴൊക്കെ നല്ല റിസൾട്ട് അത്. കാരണം അത് വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത അങ്ങനത്തെ നിഷ കണ്ടന്റ്, നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റാ. ഒരു ലൊക്കേഷൻ ബേസ്ഡ് ബിസിനസ്സാ. ആ ലൊക്കേഷൻ ബേസ്ഡ് ബ്ലോഗുകളായി പോകുന്നത്. എല്ലാം നല്ല റാങ്കിങ്, അയാൾക്ക് നല്ല ബിസിനസ്സും എല്ലാം. ഓക്കെ. പുള്ളി ശ്രദ്ധിച്ചിട്ടില്ല, ഞാനും ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങോട്ടേക്ക് ആരും നോക്കിയിട്ടേ ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞ SEO മര്യാദക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നമ്മളിത് ചെയ്ത സ്കെയിലിംഗ് ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ശരിക്കും ഞാനിപ്പോ ഈ വർക്ക് ഫ്ലോ, ഞാൻ ആ ഉണ്ടാക്കിയ വർക്ക് ഫ്ലോ ഉപയോഗിച്ചിട്ട് ഞാൻ കാശ് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ 1 വർഷം മുമ്പ് എനിക്ക് ഈ സിസ്റ്റത്തിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു ആലോചിക്കുക. ഞാൻ വേണമെങ്കിൽ 2000 രൂപക്ക് മാസം SEO ചെയ്തു തരാം. മാസം 30 ബ്ലോഗ് 2000 രൂപക്ക് ചെയ്തു തരാന്ന് പറയുന്നത് ഞാൻ പല ഏജൻസികളും ചെയ്തിരുന്നെങ്കിൽ യെസ് എനിക്ക് എത്ര ഉണ്ടാവും, എനിക്ക് വല്ല പണി കോൺഫിഡൻസ് വിട്ടാൽ മതി. എനിക്ക് 10 അല്ല 100 അല്ല 1000 എടുത്തിട്ട് വേണം ചെയ്യാം. 1000 അല്ല എത്ര വേണേലും ചെയ്യാം. ഒരു 1 man ഏജൻസി ആയി. കുറച്ചൊക്കെ എന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷനും മറ്റെല്ലാത്തിനും അനുസരിച്ച് നമ്മുടെ വേണ്ടി വരും. നമ്മുടെ മാനുവൽ വർക്കുകളൊക്കെ കുറച്ചൊക്കെ വേണ്ടി വരും. പുറമെയുള്ള ബാക്ക് ലിങ്കിന്റെ പരിപാടികൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്റ്റേണൽ മെൻഷൻസ് ഒക്കെ നമ്മൾ ഒപ്പിക്കുന്ന പരിപാടിയുണ്ട്. ഒന്നും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. അതും ചെയ്യാം. ശരിക്ക് ഓട്ടോമേഷന്റെ ഭാഗമായത് അത് ഞാൻ ചെയ്തിട്ടില്ല. അതല്ല, അത് നമുക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് ബേസിക്കലി അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്കിപ്പം
ബ്രാൻഡ് മെൻഷൻസ് എനിക്ക് ബിൽഡ് ചെയ്യണം റെലവൻറ്റ് കണ്ടന്റ് എന്ന്. നമുക്ക് റെലവൻറ്റ് ടോപ്പിക്കുകളിൽ നിന്ന് നമ്മുടെ കണ്ടന്റുമായിട്ട് മെൻഷൻ ചെയ്യാനുള്ള കമ്പാരിസൺ ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കൊരു ഇമെയിൽ അയച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ലേ? ഇപ്പൊ നമ്മൾ മാനുവലി ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഈ വർക്ക് ഫ്ലോ ആയിട്ട് മാറ്റുന്നത്. നമ്മൾ ഈ ബാക്ക് ലിങ്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗൂഗിൾ സെർച്ചസ് അല്ലേ ചെയ്യുന്നത്. അതെ നമ്മൾ എന്തൊക്കെ ഗൂഗിൾ സെർച്ചാ ചെയ്യുന്നതെന്ന് നമുക്കറിയാലോ. അതെ ആ ഗൂഗിൾ സെർച്ചിന് ഓട്ടോമേറ്റ് ചെയ്താൽ ആ സോഴ്സസ് കണ്ടുപിടിച്ചില്ലേ. നെക്സ്റ്റ് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ആ സൈറ്റിൽ നിന്ന് കോൺടാക്ട് ഇൻഫർമേഷൻ ക്ലൗഡ് പോലത്തെ ആ ടൂളുകൾ ഉപയോഗിച്ചാൽ പോലും ആ സൈറ്റിൽ നിന്ന് കോൺടാക്ട് ഇൻഫർമേഷൻ പിക്ക് ചെയ്ത് ഗൂഗിൾ ഷീറ്റ് എത്തിക്കാൻ പറ്റും. ഓക്കെ പിന്നെ അടുത്ത ഫേസ് എന്താ? ആ കോൺടാക്റ്റിലേക്ക് ഐദർ ഇമെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജോ ആയിരിക്കും. അത് അടുത്ത നോഡിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സായി. ഞാൻ ക്ലാസ് കയറുക വേറെ ചോദിക്കുകയല്ല തീർന്ന് അപ്പൊ നിങ്ങൾക്ക് ഇത് ആളുകൾക്ക് രണ്ട് വിധത്തിലെ ആളുകൾ ഇതിനെ കാണുന്നത്. അതാണ് പ്രശ്നം. അതിനകത്ത് ക്ലാരിറ്റി ഒന്നും കഴിഞ്ഞാൽ ഇപ്പൊ ചില ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ അവർ ഇതിനകത്ത് പൊട്ടൻഷ്യൽ ആയിരിക്കും മനസ്സിലാക്കുന്നു. കൊള്ളാടി സംഭവം പഠിച്ചു കഴിഞ്ഞാല് കുറെ വർക്കിൽ എനിക്ക് പിടിക്കാം, എനിക്കൊരു കമ്പനി തന്നെയാകാം, വലിയൊരു കമ്പനി ഉണ്ടാക്കുന്ന ടേണോവർ എനിക്ക് ഒറ്റ ഇങ്ങനെ ഓരോ വ്യക്തിയും ഓരോ കമ്പനിയാണ് ഇന്നത്തെ കാലത്ത്. മറ്റേ 1000, 500, 300 പേരൊക്കെ ഉള്ള ഒരു നല്ല കമ്പനി. ഒരാളും ഒരു കമ്പനിയാണ്. അപ്പൊ ഇയാൾ ഒരാൾ കാണുന്നത് ഇതിന്റെ പൊട്ടൻഷ്യലാണ്. കൊള്ളാലോ ഇതേപോലെ ഞാൻ എൻ്റെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് എനിക്ക് ക്യാഷ് ഉണ്ടാക്കാം. വേറൊരാൾ കാണുന്നത് ഇതിന്റെ ത്രെട്ടാ. ഇന്ന സിസ്റ്റം ഒക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഔട്ടായി പോകുന്നു. ഈ ടീം ഔട്ടായി. അതെ അതെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ വന്നതും സെയിം ആയിരുന്നില്ലേ? കമ്പ്യൂട്ടർ വന്നപ്പോ ഈ കമ്പ്യൂട്ടറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജോലി പോകും എന്ന് വിചാരിച്ചിരുന്നവർ ഔട്ടായി. ഓക്കെ എന്നാൽ കമ്പ്യൂട്ടർ പഠിച്ച ആ അതിനകത്തോട് കയറിയവരെ രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും ജോലി പോവുകയാണ്. അതിന്റെ 10 മടങ്ങ് അവസരമാണ് ഉണ്ടായത് ജോലി. ഇപ്പൊ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ടീച്ചർമാർക്ക് കഴിഞ്ഞാൽ വീടുന്ന പോലും ഏതിന്റെ പേസ കമ്പ്യൂട്ടറെ ഉള്ളതുകൊണ്ടല്ലേ സത്യം. വീട് വരെ. അത് ഇന്റർനെറ്റ് ഉണ്ടാക്കി തന്ന ആ ഒരു ജോബ് പൊട്ടൻഷ്യൽ ഒന്നും ലോകത്ത് വേറെ ഒരു ടെക്നോളജി ഉണ്ടാക്കി തന്നില്ല. അങ്ങോട്ട് തന്നെ ഇരിക്കും. ഇത് നമ്മൾക്ക് മനുഷ്യന്മാരുടെ ഒരു ഇത് അങ്ങനെയാണ്. നമ്മൾ ഇതൊക്കെ വരും അപ്പൊ എല്ലാം നശിക്കും. നമ്മൾ എന്താന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് മുമ്പുള്ള അവസരത്തെ നമ്മൾ കാണുക. ത്രെട്ടിനെ നോക്കിയിരുന്നാൽ നമുക്ക് നോക്കിയിരിക്കുന്നുണ്ടാവും. ഈ 10 വർഷം കഴിഞ്ഞ് എനിക്കറിയില്ല എന്ന് സംഭവിക്കുന്നത്. ശരിയായിരിക്കും, 10 വർഷം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ രീതിയിൽ ഓട്ടോമേറ്റ് ചെയ്യപ്പെട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഇപ്പൊ ഈ കാണുന്ന പല ഫീൽഡുകളും ഉണ്ടാവണമെന്നില്ല, വേറെ എന്തെങ്കിലും കൂടി ഇതായിരിക്കും. നമ്മൾ ഈ അല്ല ബേസിക്കലി കുറച്ച് കാലമായി വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഈ ChatGPT വന്നപ്പോ പ്രോംപ്റ്റ് എഞ്ചിനീയർ വലിയൊരാളാണ് എന്ന് പറഞ്ഞൊരു ജോബ് റോൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഒരു ജോബ് റോളിനെ കാണുന്നത് തന്നെ ഇല്ല ഒരു സ്ഥലത്തും. ലിങ്ക്ഡിനിലൊക്കെ എത്ര പ്രോംപ്റ്റ് എഞ്ചിനീയർ ജോബ് റോളുകളായിരുന്നു വന്നത്. അത് ഇനീഷ്യലി ഈ നമ്മുടെ ഇപ്പൊ LLM മോഡലുകളൊക്കെ ഇനീഷ്യലി അവർക്കും പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് അതൊക്കെ അറിയാലോ. അപ്പൊ ഈ പ്രോംപ്റ്റിങ് ഒരു കലയായിരുന്നു. ഇപ്പോഴും കല തന്നെ ഉണ്ടാവും, പ്രോംപ്റ്റിലാണ് വ്യത്യാസം വരുന്നത്. പക്ഷെ എന്നാലും ഒരുമാതിരി അങ്ങോട്ട് നീങ്ങരുത് ഇങ്ങോട്ട് നീങ്ങരുത് എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്റ്റാർട്ട് മാർക്കറ്റിംഗ്, അപ്പൊ ഇങ്ങനെ വേണം, അത് ചോദിക്കാൻ ഇങ്ങനത്തെ പ്രോംപ്റ്റ് വേണം, ഇങ്ങനത്തെ വേണം എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് ഒക്കെ വേണ്ടതായിരുന്നു. പക്ഷെ ഈ കാര്യം ഒന്ന് ആലോചിച്ചാൽ ഇതൊന്നും വേണ്ട. നമുക്ക് നല്ലൊരു പ്രോംപ്റ്റ് വേണം, അതിൻ്റെ അടുത്ത് തന്നെ ചോദിക്കും, അത് തരും പ്രോംപ്റ്റ്. എനിക്ക് നല്ലൊരു ഇമേജ് ഉണ്ടാക്കണം, എനിക്ക് എൻ്റെ ഈ മാറ്റം കോഴ്സിന് വേണ്ടിയിട്ട് അതിനെ റെപ്രസെന്റ് ഒരു ഇമേജ് ഉണ്ടാക്കണം, മാറ്റത്തിന്റെ ലോഗോ മുകളിൽ വേണം, ഇങ്ങനെ വേണം അങ്ങനെ വേണം. ഇത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പ്രോംപ്റ്റ് തരാൻ പറഞ്ഞാൽ പോലെ അതുണ്ടാക്കി തരൂ. ഞാൻ ആ പ്രോംപ്റ്റ് ഒരു PDF ഡൗൺലോഡ് ചെയ്ത് പ്രോംപ്റ്റ് നമ്മൾ കണ്ടുപിടിക്കും എന്തിനാ. യെസ് അതെ ബേസിക്കലി അത് തന്നെയാണ് ആ മാറ്റം എല്ലായിടത്തും വരുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം തന്നെ അതിന് അപ്ഡേറ്റഡ് ആയി കിടന്നിട്ടില്ലെങ്കിൽ ബേസിക്കലി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പോലെയുള്ള ചെറിയൊരു കാര്യമല്ല AI യഥാർത്ഥ സ്കോപ്പ് മനസ്സിലാക്കുന്നിടത്ത്, അതിൻ്റെ ആ ഹ്യൂജ് പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ബേസിക്കലി ആ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുക, ആ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുക. സത്യം. ഇവിടെ എപ്പോഴും ഈ ഫീൽഡിൽ നിന്നല്ല കേട്ടോ, നീ ഇതൊന്ന് ബാക്കോട്ട് ആലോചിച്ചാൽ മനസ്സിലാവും. പണ്ട് നെറ്റ്വർക്കിംഗ് ഫീൽഡിലാണെങ്കിലും പിന്നീട് SAP ഫീൽഡിലാണെങ്കിലും ഗ്രാഫിക് ഡിസൈനിങ്, വെബ് ഡിസൈനിങ്, പിന്നെ ലേറ്റർ ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണെങ്കിൽ പോലും ഭൂരിപക്ഷം ആളുകളുടെ പ്രശ്നം എന്താണെന്നറിയോ? ആ ഫീൽഡ് ഭയങ്കരമായിട്ട് വളർന്ന് ഭയങ്കര ടോപ്പായിട്ട് ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ കോഴ്സുകൾ ഉണ്ടാവും, ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. പിന്നെ ആ സമയത്തായിരിക്കും എല്ലാവരും ഓടിപ്പടിച്ച് അത് പഠിക്കാൻ പോകും. ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ആരാണ്? തുടക്കത്തിൽ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാ. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു അവസരമാണ് മുമ്പിൽ കിടക്കുന്നേ. ഒരു ഫീൽഡ് മറ്റേത് കഴിഞ്ഞു പോയി, ഓക്കെ നമുക്ക് ഒന്നില്ലാത്ത, പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു ഫീൽഡ് റെഡിയായി നിൽക്കുന്നു. നമ്മൾ അതിന്റെ തുടക്കത്തിൽ ഉള്ള ബെനിഫിറ്റ് നമ്മൾ പിടിക്കണോ അതോ പതുക്കെ നോക്കി നിന്ന് അതും മേലോട്ട് പോയ ശേഷം പതുക്കെ കയറണോ? ഈ ചോദ്യമാണ്.
എപ്പോഴും കയറി പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ഇരുന്നാ മതി. തുടക്കത്തിലുള്ളവർക്ക് എന്തായാലും അതിന്റെ ഒരു എഡ്ജ് ഉണ്ടാകും. നമ്മൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാനിപ്പോ എന്റെ ഒരു കേസ് ഞാൻ 10 വർഷത്തിനപ്പുറത്തേക്കും ഞാൻ ചിന്തിക്കുന്നില്ല. ഈ പറഞ്ഞ ആ സമയത്ത് എന്താവോ അയ്യോ എന്നാ പിന്നെ ഞാനിപ്പോഴേ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല. എനിക്ക് ഇപ്പോ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് അടുത്ത 1-2 വർഷത്തേക്ക് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, ഞാൻ അതായിരിക്കും യൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ ആലോചിക്കും. ഈ 2 വർഷം കൊണ്ട് എന്തെങ്കിലും സംഭവിക്കും. നിങ്ങൾക്ക് യൂസ് ചെയ്താൽ ഉറപ്പായിട്ടും ഇഷ്ടംപോലെ വർക്കുകൾ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞിട്ട് അല്ലേ, ഓട്ടോമേഷൻ മറ്റൊക്കെ ആയിട്ട്. അടുത്ത 1-2 ശരിക്കും വർഷം പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങളുടെ കറണ്ട് എഫേർട്ടിനെ കുറക്കാൻ നമുക്ക് സാധിക്കും. എഫേർട്ട് ഇൻ കേസ് ഓഫ് മാൻ പവർ അത് മൾട്ടിപ്പിൾ ക്ലയൻസിന് നിങ്ങൾക്ക് റീസെൽ ചെയ്യാൻ പറ്റും അല്ലേ? എക്സിസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു സ്കിൽ സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റം നിങ്ങളെ അതിനേക്കാൾ വലിയൊരു മാറ്റം ഉണ്ടാക്കി തരുന്നതിലോട്ട് എത്തിക്കാൻ പറ്റും. റൈറ്റ്? അതെ, ഓക്കെ. ഇത്ര ആലോചിച്ചാൽ മതി. ഇപ്പൊ ഇത് ചെയ്യാതെ എക്സിസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ത്രെട്ട് തന്നെയായിരിക്കും. ഇപ്പൊ ഈ മാത്തത്തിന്റെ കോഴ്സ് പഠിച്ചിറങ്ങുന്നവര് അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയിൽ ആലോചിക്കേണ്ട. അവരിത് ഓട്ടോമേഷൻസ് ആയിട്ട് തരും. കമ്പനികൾ ഉണ്ടാവില്ലേ കൂട്ടത്തില്, അവര് അവരുടെ ക്ലയൻസിനൊക്കെ ഓഫർ ചെയ്യില്ലേ, ആ റേറ്റ് ഉത്തരേ താഴ്ത്താൻ നോക്കില്ല. അതായത് ഇവിടെ റേറ്റിന്റെ മത്സരം നടക്കാൻ പോകുന്ന, ക്വാണ്ടിറ്റി കൂട്ടി റേറ്റ് കുറച്ച് പ്രൊഡക്ടിവിറ്റി ക്വാളിറ്റി മേലോട്ട് വെക്കുന്ന ഒരു മത്സരം. അവിടെ മാനുവലായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് എത്ര പിടിച്ചെടുക്കാൻ പറ്റും? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ. നിങ്ങളുടെ മുമ്പിൽ അവസരവും ഉണ്ട്, ഭാവിയിൽ എപ്പോഴോ നടക്കാനിരിക്കുന്നത് ത്രെട്ടിനെ കുറിച്ചുള്ള ഒരു ഫോർകാസ്റ്റും ഉണ്ട്. ആ ത്രെട്ടിനെ കുറിച്ചുള്ള സൊല്യൂഷൻ അല്ല ഇത് എടുക്കുക എന്നുള്ളതാണ്. എന്നും ഏത് കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം എനിക്ക് ഓർമ്മ പണ്ട് നെറ്റ്വർക്കിംഗ് CCN MCSC എന്നൊക്കെ പറഞ്ഞ കോഴ്സുകൾ ഉണ്ടാക്കിയപ്പോ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു ആ കോഴ്സ്. അപ്പൊ ഓർമ്മയുണ്ടായിരിക്കും പണ്ട് ഭയങ്കര, ഞാനതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ കോഴ്സിന് മടിച്ചു നിൽക്കുമ്പോ ഇത്ര എമൗണ്ട്, അന്ന് ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കണം ആ കോഴ്സൊക്കെ. മടിച്ചു നിന്നവരൊക്കെ ഉണ്ട്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അവരൊക്കെ ഇത് ചെയ്യാൻ തുടങ്ങിയ. അപ്പോഴത്തും ആ ഫീൽഡ് സാറ്ററായിട്ട്. പിന്നീട് അതേപോലെ SAP ഇ-കോം ബബിൾ ഉണ്ടായ സമയത്ത് അതിന്റെ കുറെ സംഭവം ഉണ്ടായിരുന്നു. SAP ഇപ്പോ SAPയിലേക്ക് പോകുന്നവർക്ക് അവരിത് കിട്ടില്ല. പണ്ട് ഈ IT ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടിയിരുന്ന ഫീൽഡ് SAP. ഞാൻ വർക്ക് ചെയ്തിരുന്ന ആ ഫീൽഡിലാണ്. ഏറ്റവും കൂടുതൽ സാലറി ആ ഫീൽഡ് അതിലായിരുന്നു. ഇപ്പൊ ആ ഒരു ഇതില്ല. പിന്നെ വെബ് ഡിസൈനിങ്ങിന്റെ ട്രെൻഡ് ഇതൊക്കെ വന്നു. പിന്നെ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതൊന്നും അറിയാലോ. എപ്പോഴാ നോക്കിയാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളല്ലേ. തട്ടിയിട്ട് നടക്കാൻ എപ്പോഴാ നോക്കിയാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണ് നമ്മളൊന്നും നടത്തുന്നുണ്ടായിരുന്നു. അത് ഉണ്ടാകും. കാരണം ഒരു കൊടുത്ത് ഡിമാൻഡ് കൂടുമ്പോൾ അവിടെ ഉറപ്പായിട്ടും അതിനനുസരിച്ച് കോഴ്സുകൾ കൂടും. പക്ഷെ കോഴ്സുകൾ കൂടുമ്പോൾ ഒരു പ്രശ്നം സംഭവിക്കും, സപ്ലൈ കൂടും. സപ്ലൈ കൂടുകയും ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നതോടുമ്പോൾ അതിന്റെ റേറ്റ് കുത്തനെടി. അപ്പൊ ഇതിന് ഏറ്റവും അതൊരു പരാബോളിക് രീതിയിലാണ് ഇതിന്റെ പ്രൈസ് പോകുന്നത്. തുടക്കത്തിലുള്ളവർക്ക് ആ പാരാബോളിക് മൂവ്മെന്റിന്റെ മുകളിൽ വരെ പിടിക്കാൻ പറ്റും. മിഡിൽ വെച്ച് കയറുന്നവര് ആ പാരാബോളിക് മൂവ്മെന്റിന്റെ താഴേക്കുള്ള കർവായിരിക്കും പിടിക്കുന്നത്, റേറ്റ് താഴേക്കായിരിക്കും. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ആ രീതിയിലാണ് നിൽക്കുന്നത്. പാരാബോളിക്കിന്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഏയുടെ തുടങ്ങാൻ പോകും. എവിടെ ഏത് ലെവലിൽ കയറണം നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, അപ്പൊ മാറ്റത്തിന് റെഡി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം മൈൻഡ് ഓഫ് ചെയ്യാം അല്ലേ? അതെ, അപ്പം എല്ലാവരും മാറ്റം എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ അതൊരു ഇനീഷ്യേറ്റീവ് ആണ്, നമ്മുടെ ഒരു വിഷനാണ്. കേരളത്തിന് മൊത്തം നമുക്ക് അല്ലെങ്കിൽ അതിലെ ഒരു നല്ലൊരു വർക്ക് ഫോഴ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, AI വേണ്ടി റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പം നിങ്ങൾക്കും അതിനൊരു യോഗം ഉണ്ടാകട്ടെ. നമ്മുടെ കൂടെ AI കൂടെ മാറാനുള്ളൊരു അവസരമായിട്ട് മാറ്റത്തിനെ കാണുക. അപ്പം ഇനി ഇതുപോലെയുള്ള നല്ല കണ്ടന്റുകൾ നമ്മൾ AI പല ഡിഫറെൻറ്റ് കണ്ടന്റുകൾ നമ്മൾ ഈ ചാനലിൽ വരാൻ പോവുകയാണ്. അപ്പം എല്ലാവരും റെഡിയായിരിക്കുക. ഇത് ഒരു തുടക്കം മാത്രമാണ്. മാറ്റത്തിൻ്റെ അലയൊലികൾ നിങ്ങൾ ഇനി കേട്ടുകൊണ്ടേയിരിക്കും. താങ്ക് യു.